ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യം. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്, അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. ഈശോയിൽ പ്രിയ സ്നേഹിതരെ, ദൈവം തന്റെ ജനം തന്റേതു മാത്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത്, നീ വേറൊരു ദേവന്മാരെയും കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്, മാത്രമല്ല അവരുടെ ആചാരങ്ങളെ അനുകരിക്കുകയും അരുത് എന്ന്. ദൈവം പറയുന്ന ഈ ഒരു കാര്യം നാം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും തന്റെ ദൈവത്തെയോ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെയോ വേണ്ട. അവർ മറ്റു ദൈവങ്ങളുടെയും മറ്റുള്ളവരുടെ ആചാരങ്ങളുടെയും പുറകെ പോവുകയാണ്. ഇന്ന് ഓണം ആഘോഷിക്കാത്ത ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമാണ്. ദേവാലയങ്ങളിലെയും കോൺവെന്റുകളിലെയും ഓണാഘോഷങ്ങൾ അതിഗംഭീരവുമാണ്. ഓണത്തിന് മറ്റുള്ളവർക്ക് ആശംസകൾ അറിയിക്കുന്നു, പൂക്കളമിടുന്നു, സദ്യയൊരുക്കുന്നു, മാവേലിയെ വരവേൽക്കുന്നു, ഇതെല്ലാം സ്റ്റാറ്റസ് ഇടുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ക്രിസ്ത്യാനിയായ നിനക്ക് എന്ത് കിട്ടി? നിന്റെ ദൈവത്തെ നിനക്ക് നഷ്ടമാവുന്നു, നീ അത് അറിയുന്നുമില്ല. ഇതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഓണക്കോടിയൊടുത്തും കുറി തൊട്ടും നീ ഓണം ആഘോഷിക്കുമ്പോൾ ഒന്നോർക്കണം, നിന്റെ ശരീരവും മനസ്സും ദൈവത്തിന് സമർപ്പിച്ചതാണ്. നീ ഓണാഘോഷങ്ങൾ നടത്തുന്ന നിന്റെ ഭവനവും നിന്റെ കോൺവെന്റും നിന്റെ ദേവാലയവും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവയാണ്. നമ്മൾ ഇതിനെയൊന്നും ആരാധിക്കുന്നില്ല എന്ന് പറയുന്ന ക്രിസ്ത്യാനി, നിന്റെ ദൈവം പറഞ്ഞത് ആരാധിക്കരുത് എന്ന് മാത്രമല്ല, അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് എന്നുകൂടിയാണ്. ഓർക്കണം ഓരോ നിമിഷവും നീ ചെയ്യുന്നത് എന്താണ് എന്ന്. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കേണ്ട വൈദികരെ, സന്യസ്തരെ, നിങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ ദുർമാതൃക. ദേവാലയങ്ങളിലും കോൺവെന്റുകളിലും ഓണം ആഘോഷിക്കുമ്പോൾ താല്പര്യമില്ലാത്തവർ കൂടി അതിൽ പങ്കുചേരാൻ നിർബന്ധിതരാകുന്നുണ്ടെങ്കിൽ അവരുടെ നിസ്സഹായതയ്ക്ക് പോലും ദൈവസന്നിധിയിൽ നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം എന്ന്. തന്നെ ചിന്തിക്കുക, ഞാനായിരിക്കുന്ന ഈ ഭവനം, ഞാനായിരിക്കുന്ന ഈ കോൺവെന്റ്, ഞാനായിരിക്കുന്ന ഈ ദേവാലയം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണോ എന്ന്. ദൈവം തിരഞ്ഞെടുത്തതാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഇനിയെങ്കിലും മറ്റു ദേവന്മാരെയോ അവരുടെ ആചാരങ്ങളെയോ നിന്നിൽ നിന്നും നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മഹത്വം ദൈവത്തിന് മാത്രം.